എവറിഡേ മേക്കപ്പ് വീഡിയോ ആണ്. മേക്കപ്പ് ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, അന്ന് ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല. പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല, എന്നാലും നമുക്ക് നമ്മുടെ ഒരു സന്തോഷത്തിന് ഇടാം. അങ്ങനത്തെ ഒരു മേക്കപ്പ് വീഡിയോ ആണ്. അപ്പോൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ എപ്പോഴും നമ്മൾ സ്കിന്നൊക്കെ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് സ്കിൻ കെയർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ യൂസ് ചെയ്യുന്നത് ആക്വാലോജിക്കയുടെ ഹൈഡ്രോജൽ മോയ്സ്ചറൈസറാണ്. ആക്വാലോജിക്ക എനിക്ക് ഇഷ്ടമുള്ളൊരു ബ്രാൻഡാണ്. അത് യൂസ് ചെയ്തിട്ട് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ നല്ലോണം എല്ലായിടത്തും മോയ്സ്ചറൈസർ ഇടണം. അതിന് ശേഷം നമ്മൾ സൺസ്ക്രീൻ ഇടണം. സൺസ്ക്രീനും ഞാൻ ആക്വാലോജിക്കയുടെ ഡ്യൂയി സൺസ്ക്രീനാണ്, പപ്പായ പ്ലസ് വൈറ്റമിൻ സി സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. ഇതും ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് ഇട്ടിട്ട് ഇതുവരെ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല. പക്ഷെ ഞാൻ ഒരു പ്രാവശ്യം ഇത് മാറ്റിയിട്ട് ഞാൻ ഡീകൺസ്ട്രക്റ്റിൻ്റെ സൺസ്ക്രീൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് 8ൻ്റെ പണി കിട്ടിയിരുന്നു. മുഖത്ത് നിറച്ച് കുഞ്ഞു 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 കുരു വന്നു. പിന്നെ അത് കറുത്ത പാടായി. കറക്റ്റ് എൻ്റെ കല്യാണത്തിൻ്റെ സമയത്തായിരുന്നു. അതിനുശേഷം എനിക്ക് സൺസ്ക്രീൻ മാറ്റാൻ യാതൊരു വക ധൈര്യവും ഇല്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ആക്വാലോജിക്കയുടെ തന്നെ ഈ യെല്ലോ കളർ സൺസ്ക്രീനാണ് യൂസ് ചെയ്യാറ്. അതിനുശേഷം നമ്മൾ ഫൗണ്ടേഷൻ ഇടുകയാണ്. ലോറിയൽ പാരീസിൻ്റെ 330 നോയ്സെറ്റ് ഹൈസൽനട്ട് എന്നുള്ള ഫൗണ്ടേഷനാണ്. ഇതെനിക്ക് എൻ്റെ ഫ്രണ്ട് തന്നതാണ്. നല്ല മാച്ചിങ് ഷെയ്ഡാണ്. അപ്പോൾ എനിക്കിത് നോക്കിയിട്ട് പിന്നെ കിട്ടിയില്ല. അപ്പോൾ അവൾ പറഞ്ഞു ഇത് വെച്ചോ കുഴപ്പമില്ലാന്ന്. ഇത് ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു ചെറിയ ട്രിക്കാണ്. എപ്പോഴും ഫൗണ്ടേഷൻ്റെ കൂടെ ഒരു ഇത്തിരി മോയ്സ്ചറൈസർ മിക്സ് ചെയ്തിട്ട് അത് പിന്നെ ഡോട്ടായിട്ട് ഇട്ടിട്ടാണ് മുഖത്ത് അപ്ലൈ ചെയ്യുക. അല്ലാണ്ട് നമ്മൾ ഫൗണ്ടേഷൻ മാത്രം ഇടുമ്പോൾ ചിലപ്പം ഫുൾ ഫേസിൽ ഡോട്ടിട്ട് വരുമ്പോഴേക്കും ആദ്യത്തെ ഡോട്ടൊക്കെ അവിടെ ഡ്രൈ ആയി പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്കത് നല്ലോണം സ്മഡ്ജ് ചെയ്ത് മുഖത്തേക്ക് ആക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ശരിക്കും ഒരു ക്രീം പോലെ ഫൗണ്ടേഷൻ നല്ലോണം നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഫൗണ്ടേഷൻ ഇടുമ്പോൾ കണ്ണിൻ്റെ മേലേക്കൊന്ന് ഇടാനായിട്ടും കഴുത്തിലൊക്കെ ഇടാനായിട്ടും മറന്നു പോയത്. എന്നാലാണ് നമുക്കൊരു ഈവൻ ലുക്ക് കിട്ടുള്ളൂ. അടുത്തത് നമുക്ക് പുരികമൊന്ന് ഫിൽ ചെയ്യാം. എനിക്ക് ആക്ച്വലി നല്ല കട്ടിയുള്ള ഈ ഐബ്രോസ് ആണ് ഉള്ളത്. അതുകൊണ്ട് ഞാൻ ഐബ്രോ എഴുതാറില്ല. പക്ഷേ ഞാൻ പണ്ട് വീണിട്ട് എനിക്കൊരു ചെറിയ വെട്ട് പറ്റിയിട്ടുണ്ട്. സ്റ്റിച്ച് ഇട്ടിട്ട് അവിടെ ഹെയർ ഇല്ല. അപ്പോൾ അവിടെ മാത്രം ഞാനൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കും. അതിനുശേഷം ഞാൻ എസൻസിൻ്റെ ലാഷ് പ്രിൻസസ് എന്ന് പറയുന്ന വാട്ടർ പ്രൂഫ് മസ്കാര വെച്ചിട്ട് കണ്ണിലൊന്ന് മസ്കാര ഇടുകയാണ്. മസ്കാര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കുഞ്ഞ് കണ്ണായതുകൊണ്ട് മസ്കാര ഇടുമ്പോൾ കുറച്ചൊരു വോളിയം തോന്നും. പക്ഷെ ഞാൻ കണ്ണെഴുതാറില്ല. കുഞ്ഞ് കണ്ണായതുകൊണ്ട് കണ്ണെഴുതുമ്പോൾ കണ്ണൊന്നും കൂടെ ചെറുതായി പോണ പോലെ തോന്നാറുണ്ട്. എനിക്ക് കണ്ണെഴുതുന്ന മാച്ചിങ് അല്ലാന്ന് തോന്നുന്നതുകൊണ്ട് ഞാൻ കണ്ണെഴുതാറില്ല. പിന്നെ കുറച്ച് ബ്ലഷ് ഇടുകയാണ്. ഇൻസൈറ്റ് കോസ്മെറ്റിക്സിൻ്റെ സ്ട്രോബെറി ഡ്രിപ്പ് എന്ന് പറയുന്ന ബ്ലഷാണ്. ഭയങ്കര പിഗ്മെൻറ്റഡ് ആണ്. അതൊരിത്തിരി എടുത്തിട്ടില്ലെങ്കിൽ കവിളാകെ ആരെങ്കിലും അടിച്ച് ചോന്ന പോലെ ഇരിക്കും. അതുകൊണ്ട് ഒരിത്തിരി എടുത്തിട്ട് ഇട്ടാൽ മതി. എന്നിട്ട് ആ സെയിം തന്നെ എടുത്ത് നമുക്ക് കണ്ണിൻ്റെ മേലെ കുറച്ച് ഐ ഷാഡോന് പകരം യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം എൻ്റെ ഫേവറേറ്റ് പാർട്ട് ലിപ്സ്റ്റിക്ക്. ഞാൻ ചിലപ്പോൾ ഒന്നും ഇട്ടില്ലെങ്കിലും മേക്കപ്പ് ഒന്നും അപ്ലൈ ചെയ്തില്ലെങ്കിലും ലിപ്സ്റ്റിക്ക് മാത്രം ഇടാറുണ്ട്. എനിക്കിഷ്ടമാണ് ലിപ്സ്റ്റിക്ക് ഇടാനായിട്ട്. അപ്പോൾ ഇപ്പം ഞാൻ ഒരു ലിപ് ക്രയോൺ ആണ് യൂസ് ചെയ്യുന്നത്, മാൾസിൻ്റെ ഐ എം പവർഫുൾ എന്ന് പറയുന്നത്. അതിനുശേഷം അതൊരിത്തിരി പോപ്പപ്പ് ചെയ്ത് നിൽക്കുന്ന കളറായതുകൊണ്ട് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മേബ്ലിൻ സെൻസേഷണലിൻ്റെ മെയ്ഡ് ഈസി ഭയങ്കര നല്ലൊരു ലിപ്സ്റ്റിക്കാണ്. നല്ല വാട്ടർ പ്രൂഫാണ്. പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈ ആയിട്ട് ഇരിക്കും. നല്ലൊരു കളറുമാണ്. അപ്പം ഈ കോംബോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന് ശേഷം ഒരു ബ്രൗൺ ലിപ്പ് ലൈനർ വെച്ചിട്ട് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. അതിനുശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഐ ഷാഡോ ഇടാം. നിർബന്ധമില്ല. നമുക്ക് നാച്ചുറൽ ലുക്ക് ആയതുകൊണ്ട് ഐ ഷാഡോ വേണമെന്നില്ല. നമ്മൾ നേരത്തെ കുറച്ച് കളർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. വേണമെങ്കിൽ ഐ ഷാഡോ ഇടാം. ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ 03 പാലറ്റാണ് എടുക്കുന്നത്. അതിൽ നിന്ന് ചെറിയൊരു എമൗണ്ട് മാത്രമേ ഇടണുള്ളൂ. ഞാൻ കൈ വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യാറ് എപ്പോഴും. എനിക്ക് മേക്കപ്പ് ഇഷ്ടമാണെങ്കിലും കൂടിയിട്ട് ഞാനങ്ങനെ എവറിഡേ ഒന്നും മേക്കപ്പ് ചെയ്യാറില്ല. മോസ്റ്റ്ലി പുറത്തേക്ക് പോകുമ്പോൾ ബെയർ ഫേസിലാണ് പോവാറ്. ഏറ്റവും കൂടുതൽ ലിപ്സ്റ്റിക്ക് ഇടും. പിന്നെ എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻ ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് മേക്കപ്പ് ചെയ്യും. അതിനുശേഷം നമ്മുടെ മെയിൻ സാധനം പൊട്ടുണ്ടെങ്കിൽ ഒരു കംപ്ലീഷൻ ഉണ്ടായിരിക്കും. എനിക്ക് വലിയ പൊട്ട് തൊടാൻ ഇഷ്ടമില്ല. ഞാൻ എപ്പോഴും ഈ ബ്ലാക്ക് ഒരു കുഞ്ഞി പൊട്ടാണ് കൂടുതലും തൊടാറ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഡു ഷെയർ ഇറ്റ് വിത്ത് യുവർ മേക്കപ്പ് ലവിങ് ഫ്രണ്ട്.